എൻ്റെ ബിനു. അവൻ എന്നെ മാത്രം ഓർമ്മയുള്ളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടർ. ബിനുവിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ പോലും ഞാൻ ഇത്ര വിഷമിച്ചിട്ടില്ല. പിന്നെ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു. എൻ്റെ ബിനു വേണം ഡോക്ടർ, എനിക്കവനെ കാണണം. റൂം നമ്പർ 106. ആ ഡോക്ടറെ, ഈ ഫ്ലൈറ്റിൻ്റെ പൈസ കിട്ടിയായിരിക്കും അല്ലേ? അല്ല, ഡോക്ടറിന് രാവിലെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ കാരണം ഞാൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് തന്നിട്ടുള്ളേ. അത് മോശമോ അല്ലേ? കുറച്ച് മോശമാണ്. വേണ്ട, ഡോക്ടർ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ഇത് കണ്ടിന്യൂ ചെയ്തോ. ഡോക്ടറെ, ആ ബിമിനത്ത് എന്ന് പറഞ്ഞ ആളെത്തിയോ? അവൻ ആ ബിനോൺ റൂമിലേക്ക് പോയിട്ടുണ്ട്. അതെ, വേറൊരു സന്തോഷ വാർത്തയുണ്ട്, പറയാം. ക്യാബിനിലേക്ക് വാ. നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പെരുന്നാളാണല്ലോ. ഡോക്ടറെ, നമ്മൾ പെടുവോ? നമ്മളല്ല, നിങ്ങൾ പെടും. നിങ്ങൾ ഈ വിഷയം എന്നോട് പറയാൻ പോലും പാടില്ലായിരുന്നു. തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്? എന്ന് വെച്ച് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈശ്വര, ഇപ്പൊ ഞങ്ങളിപ്പോ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ പോയിട്ട് ആ സന്തോഷം എന്താണെന്ന് അറിയും. ചെല്, നിങ്ങൾ ഇവിടെ പോയിട്ട് ഈ സന്തോഷം എന്താണെന്ന് നോക്ക്. ഓൾ ദി ബെസ്റ്റ്. ഡോക്ടറെ, ഡോക്ടർ ഇഞ്ഞ് വാ, എന്നെ വിടൂ. എൻ്റെ ബിനു, അന്ന് നീ എനിക്ക് കുറച്ച് പൈസ മറിച്ച് തരാന്ന് പറഞ്ഞാണല്ലോ നിന്റെ തല കടിയുള്ളൂന്ന്. ശരിക്കും എൻ്റെ വയറ്റത്തടിയുണ്ട്. നിക്കക്കളില്ലാണ്ടായപ്പോൾ ഞാൻ ദുബായിക്ക് പോയി. ആട് ജീവിതം ഒന്നുമല്ല ബിനു, പട്ടി ജീവിതം. എൻ്റെ പട്ടി ജീവിതം. ആള് ഫിസിക്കലി ഓക്കെയാണ്. ഇനിയിപ്പോ എവിടെ ഇങ്ങനെ കിടത്തേണ്ട കാര്യമുണ്ടോ? ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ നല്ലത്. അയ്യോ, അതല്ല, ഇവിടെയാണെങ്കിൽ നമ്മളെല്ലാവരും സേഫാ. സേഫ് ആയിരുന്നിട്ട് എന്താ കാര്യം? ബിനു ഇമ്പ്രൂവ് ആവണ്ടേ? നീ എനിക്ക് ആ പൈസ ഒന്ന് സംഘടിപ്പിച്ചു തരണം, പ്ലീസ്. ഇപ്പം ഇങ്ങനെ ഉറങ്ങാറ്? ഉറങ്ങി. അയാൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കണമെങ്കിൽ അയാൾ ജനിച്ചു വളർന്ന വീടും പരിസരവും ഒക്കെ കാണുമ്പോഴാണ്. അല്ല ഡോക്ടറെ? പിന്നല്ലാതെ ഞാനിത് ഇവരോട് 100 പ്രാവശ്യം പറഞ്ഞു. അതാണ്. അപ്പൊ നാളെ എന്തായാലും ഇവിടുന്ന് ഡിസ്ചാർജ് ആവണം. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ കിടന്നിട്ട് ഞാൻ വിവിനിത്താണ്. ഒന്നുകൂടെ ഒരു കാര്യം പറയാനാ. ആ പിമിനിത്താണ്. അവൻ ആ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശൊന്ന് കൊടുക്കണമായിരുന്നു. 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയാ? എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ നമ്മള് ഡോക്ടറെ, പുള്ളിക്ക് എന്നെ അങ്ങോട്ട് കിട്ടണല്ലോ. അതാണ് ഇവിടെ പ്രശ്നം, കിട്ടണില്ല. ആണോ? നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന എനിക്കൊരു കേസ് ഉണ്ട്. ഡോക്ടർ, ഫോട്ടോ കാണണമല്ലോ. കിട്ടി കിട്ടി. ഈ ഒരൊറ്റ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. ബിനുവിന് കംപ്ലീറ്റ് കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മ വരും. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാം. മോനെ, എവിടെ? ഈ ഫോട്ടോ എനിക്ക് അയച്ചു തരണേ, ഞാൻ ബിനുവിന് അയച്ചു കൊടുത്തോളാം. പിന്നെ മോൻ്റെ എയർ ടിക്കറ്റ് ഇല്ലേ, അതിന്റെ കാശ് ഞാൻ തരാം. തരൂ? പിന്നെ ജിപേ ചെയ്ത് തരാം. സത്യം പറയാലോ, ബിനു മാത്രമല്ല, നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ ഡീസൻ്റാണ്.